ഞാൻ സ്കൂളിൽ പോണ കാലത്ത് ഞാൻ വീട്ടിലുള്ളപ്പോൾ എന്തൊക്കെ ചെയ്തിരുന്നു, എങ്ങനെയൊക്കെ അമ്മേനെ ഹെൽപ്പ് ചെയ്തു എന്നൊക്കെയാണ് ഞാൻ പറയാൻ പോണത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. രാവിലെ ഞാൻ ഒരു 5 മണിക്ക് നീക്കും. ചിരിക്കല്ലേ. 5 മണിക്ക് നീച്ചാൽ ആദ്യം തന്നെ ഞാൻ പോയി മുറ്റടിക്കും. എൻ്റെ മുറ്റം ഫ്രണ്ടിലും ബാക്കിലും മുറ്റടിക്കും. മുറ്റടിച്ച് കഴിഞ്ഞ് വന്നിട്ട് ചായയുടെ കടിക്കുള്ള സാധനങ്ങൾ സെറ്റാക്കി കൊടുക്കും. ചായയുടെ കടിയൊക്കെ അമ്മ ഉണ്ടാക്കട്ടെ ചെയ്യുക. നിങ്ങളെന്നൊക്കെ അറിയണത് കൊടുത്ത് ഞാൻ പിന്നെ നേരെ പോയി കുളിച്ച് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഇരുന്ന് പഠിക്കും. പിന്നെ പഠിച്ചു കഴിഞ്ഞാൽ വന്ന് പിന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള ചോറും കറിയുടെ സാധനങ്ങളൊക്കെ സെറ്റാക്കി. നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ അറിയില്ലല്ലോ, അതുകൊണ്ട് അപ്പോൾ ഫുഡൊക്കെ അമ്മ ഉണ്ടാക്കുക, എല്ലാം ഞാൻ സെറ്റാക്കി കൊടുക്കും. എന്നിട്ട് കുറച്ചും കൂടി നേരം ഉണ്ടാവും. സ്കൂളിൽ പോകാനുള്ള നേരം വരെ ഞാൻ ഇവിടെ അടിക്കുക തുടയ്ക്കുകയൊക്കെ ചെയ്യാതാണ് പതിവ്. സ്കൂളില്ലാത്ത ദിവസമാണെങ്കിൽ നമ്മൾ ശനി ഞായറാണെങ്കിൽ ഇവിടെ അടുത്ത് ശിവൻ്റെ അമ്പലമുണ്ട്. അപ്പോൾ എന്നും സ്കൂളില്ലാത്ത ദിവസം ശിവൻ്റെ അമ്പലത്തിൽ പോയി തൊഴും. എന്നിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ പഠിക്കാൻ കുത്തിരിക്കും. പിന്നെ സ്കൂൾ വിട്ട് വന്നാലും മുറ്റടിക്കും. ഒരു നേരം വെറുതെ ഇരിക്കില്ല. ഫോണൊന്നും അപ്പം ഉണ്ടായിരുന്നില്ല, അപ്പം പിന്നെ വെറുതെ ഇരിക്കില്ല. വ്യാഴം ശനി ഉള്ള നോലുമ്പേളൊക്കെ എടുക്കും. ഞാനും എടുക്കും, അമ്മ എടുക്കും. പിന്നെന്താ ചെയ്യാറ്? പഠിക്കാൻ പോണ കാലത്ത് 5 മണിക്ക് എനിക്ക് ഉത്തര എന്നിട്ട് മുറ്റടിക്കും. ഞാനിങ്ങനെയൊക്കെ ചെയ്യും. അമ്മ ഇപ്പൊ ചിരിക്കണ്ടെങ്കിലും വെറുതെ അറിയാം, ഒക്കെ ചെയ്യാറുണ്ട്. ഗുരുവായൂരപ്പാ എന്റെ കുട്ടി അങ്ങനൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പുലർച്ചെ 5 മണിക്ക് നീക്കണം എന്നൊക്കെ. പിന്നെ ചെന്ന് ഉറങ്ങാനേ